നമസ്കാരം, ഞാൻ സുരേഷ് ഗോപാൽ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അവിചാരിതമായിട്ടാണ് ഒരു ഷൂട്ടിന് പോയപ്പോൾ നമ്മുടെ മാണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തിപ്പെട്ടത്. അവിടെ കണ്ട കാഴ്ച ഒന്ന് നിങ്ങളെ കൂടി കാണിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ അവിടുത്തെ കാര്യങ്ങൾ പറയാം. 2500 വർഷങ്ങളിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ മാണിയൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതായത് കണ്ണൂർ ജില്ലയിലെ ചെക്കിക്കുളം സ്ഥിതി ചെയ്യുന്ന ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും അതിൻ്റെ തൊട്ട് പിന്നാലെ വേറൊരു അത്ഭുതം എന്ന് തന്നെ പറയാം. അതായത് ഇന്ത്യയിൽ തന്നെ രണ്ടാമത് ഉള്ള സൂര്യക്ഷേത്രം. ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു, ഞാൻ കേട്ടറിവ് ഒറീസയിലാണ് ഒന്നുള്ളത് സൂര്യക്ഷേത്രം. പിന്നെയുള്ളത് നമ്മുടെ മാണിയൂർ ചെക്കിക്കുളം മാണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ സ്ഥിതി ചെയ്യുന്നത്. അത് എനിക്ക് ശരിക്കത് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ സീന് ഇവിടെ റെഡിയായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് എനിക്ക് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും കുറച്ച് ഭാഗം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തായാലും കാണൽ മാത്രമല്ല, അവിടെ പോയാലേ അതിൻ്റെ ആ ഒരു മനോഹാരിത മനസ്സിലാവും. അത്രയും പഴക്കമുള്ള ബിൽഡിങ്, അമ്പലം, അതിൻ്റെ കൊത്തുപണി, ചിത്രപ്പണികളിലെന്ന് പറഞ്ഞാൽ അത്രയധികം പഴകിയത്. വളരെ വലിയൊരു അമ്പലമാണ്. എന്തായാലും നമ്മുടെ കണ്ണൂർ ജില്ലക്കാർ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരായാലും അവിടെ എന്തായാലും പോയി തൊഴുത് മടങ്ങണം. അതുപോലെ അതിൻ്റെ തൊട്ട ബാക്കിലായിട്ട് വരുന്നത് നമ്മുടെ കേക്കങ്കാവാണ്. കേക്കങ്കാവ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, കണ്ണൂർ ജില്ലയിലെ തമ്പുരാട്ടി തെയ്യം അതിൻ്റെ ഏറ്റവും വലിയ മുടി കേക്കങ്കാവിലാണ്. അത് മെയ് മാസമാണ് അവിടുത്തെ ഉത്സവം. വൻ ജനാവലി എടുക്കുന്നതാണ്. അതുപോലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ട മുന്നിലായിട്ട് ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട്, ശ്രീകൃഷ്ണൻ്റെ ചെറിയൊരു ക്ഷേത്രം. അത് ഞാൻ അവിടെ പോയി കണ്ടപ്പോൾ, സോറി അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് ഷൂട്ട് ടൈം ആയതുകൊണ്ട്. അത് ഞാൻ കണ്ടപ്പോൾ അതിമനോഹരമാണ്, വളരെ പുരാതനവുമായതാണ്. വളരെ ചെറിയൊരു ക്ഷേത്രവും അതിന് പിന്നെ അതവിടെ കണ്ടാലേ മനസ്സിലാവും. അതിൻ്റെ എന്താ പറയുക, അവിടെ അതിൻ്റെ മുന്നിലായിട്ടൊരു മണ്ഡപമുണ്ട്. അതെല്ലാം എത്ര പഴകിയതാണെന്ന് ആർക്കും അറിയില്ല. ഇത് നിങ്ങളെല്ലാവരും പോയി കാണണം എന്തായാലും. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാനിത് ഈ വീഡിയോ എടുക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ അവിടെ പോയപ്പോൾ കണ്ട കുറച്ച് ഡാൻസേഴ്സ് ഉണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഷൂട്ട് അത് കണ്ടതായിരുന്നു. അതുപോലെ എല്ലാവരും എന്തായാലും ഈ നമ്മുടെ ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ തൊഴുത് അനുഗ്രഹം വാങ്ങണം. അതുപോലെ ഈ 4 അമ്പലത്തിലും. പിന്നെ സൂര്യക്ഷേത്രം എന്ന് പറഞ്ഞാൽ, ഞാൻ കേരളത്തിൽ നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ചെക്കിക്കുളത്ത് മാത്രം, അത് മഹാഭാഗ്യം തന്നെയാണ്. വേറെ സൂര്യദേവ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവാം. ഇത് സൂര്യക്ഷേത്രമാണ്. സൂര്യക്ഷേത്രം ഇന്ത്യയിൽ 2 സ്ഥലത്ത് മാത്രം. അത് ഒന്ന് നമ്മുടെ സ്വന്തം കണ്ണൂർ, കേരളത്തിലൊന്ന് നമ്മുടെ സ്വന്തം കണ്ണൂർ ചെക്കിക്കുളത്താണ് അത് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും പോയി കാണണം എന്തായാലും. അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അത് ഭയങ്കരമായിട്ട് ബാംഗ്ലൂരിൽ അവർക്കൽ ഈ ഹോൾ കൊണ്ട് കഴിച്ചു. വലിയ ഹോളല്ലേ.
2500 വർഷം പഴക്കമുള്ള മാണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണിത്. ഇത് എന്തായാലും എല്ലാവരും വന്ന് കാണേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. ഞാനിതിൻ്റെ അകത്ത് കയറിയിട്ടില്ല, അകത്ത് കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് എടുത്ത വ്യൂ ആണ്. അപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, അത്രയും പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണ്. എന്തായാലും എല്ലാവരും വരിക. കണ്ണൂർ ജില്ലയിലെ ചെക്കിക്കുളം മാണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇവിടെ ഞാനൊരു ഷൂട്ടിന് വന്നായിരുന്നു. എന്തായാലും എല്ലാവരും അറിയപ്പെടുന്ന എല്ലാവരും കണ്ണൂർ ജില്ലയിൽ വരുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലും വരിക. കണ്ണൂർ മുണ്ടേരി ചെക്കിക്കുളം മാണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. വീണ്ടും പറയുന്നു, 2500 വർഷത്തിലധികം പഴക്കമുള്ളൊരു ക്ഷേത്രമാണിത്, അമ്പലം. അതായത് ഇന്ത്യയിൽ കൊണാർക്ക് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സൂര്യഭഗവാന്റെ ക്ഷേത്രവും പിന്നെ ഉള്ളത് നമ്മുടെ കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ മാണിയൂർ എന്ന സ്ഥലത്ത് മാണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ സൂര്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ ക്ഷേത്രത്തിൽ ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അതായത് ഞാനൊരു ഷൂട്ടിന് വന്നായിരുന്നു, അവിചാരിതമായിട്ട് ഇവിടെ ഒരു ഷൂട്ടിന് വന്ന് അങ്ങനെ ഈ ക്ഷേത്രം കാണാനും ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് എനിക്ക് തൊഴാനുമുള്ള ഭാഗ്യമെല്ലാം മഹാഭാഗ്യം. ശരി, രണ്ടാമത്തെ ക്ഷേത്രമാണ് ഈ സൂര്യഭഗവാന്റെ സൂര്യദേവൻ ക്ഷേത്രം, ശ്രീ സൂര്യദേവൻ ക്ഷേത്രം. ഞാനിപ്പം പറഞ്ഞല്ലോ, മാണിയൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെയും പിന്നെ അതുപോലെ മാണിയൂർ ചെക്കിക്കുളം മാണിയൂർ കിഴക്കൻകാവിന്റെയും രണ്ടിന്റെയും നടുക്കാണ് ഈ സൂര്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കാണ് ഇത്. ശരിക്കും ആരും അറിയപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്, അറിയപ്പെട്ടിട്ടുമില്ല. അപ്പോൾ എല്ലാവരും ഇവിടെ വരാനുള്ള ഒരു അവസരം ഉണ്ടാവണം. എല്ലാവരും നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള എല്ലാവർക്കും ഇവിടെ വന്ന് തൊഴാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ, അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ ചൂണ്ടാമ്പാടിലാന്ന് തോന്നുന്നു, ഈ കാണുന്നതാണ് നമ്മുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ പിൻവശമാണത്. അതിന്റെ പിൻവശത്താണ് നമ്മുടെ ഈ സൂര്യഭഗവാന്റെ ഈ ക്ഷേത്രമുള്ളത്. പിന്നെ കാണുന്നത് ഇതിന്റെ തൊട്ട ബാക്കിലായിട്ടാണ് നമ്മുടെ കിഴക്കൻകാവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ക്ഷേത്രമുണ്ട്. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത വേറെയും കൂടി, ക്ഷേത്രത്തിന്റെ പ്രത്യേകത പറയുന്നില്ല, 2500-ലധികം വർഷം പഴക്കമുണ്ട്. അത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അങ്ങോട്ടിപ്പം പ്രവേശനമില്ല, ഈ ഉച്ച ടൈം ആയതുകൊണ്ട് നട തുറക്കില്ല. ഇനി 5:30 തുറക്കും, അതുകൊണ്ട് അതിനകത്തേക്ക് പ്രവേശനമില്ല. ഞാൻ എന്തായാലും പുറത്തുനിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, നന്ദി, ശുക്രിയ, ശുക്രൻ, സലാമത്ത്. ഓക്കെ, ബൈ.